സർക്കാരും ഗവർണറും തമ്മിലുള്ള മധുവിധ കാലമൊക്കെ കഴിഞ്ഞു. ഇനി പിണറായിക്കെതിരെ ആർലേക്കർ രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണ്. അതായത് ആദ്യ വെടി പൊട്ടിച്ചിരിക്കുകയാണ് ഗവർണർ. സർക്കാരുമായി അനുനയത്തിൽ മുന്നോട്ട് പോകുന്ന ഗവർണർ സർക്കാരിൻ്റെ ശുപാർശ തള്ളി കേരള സർവകലാശാലയിൽ ആദ്യത്തെ വെടിപൊട്ടിച്ചു. കേരള സർവകലാശാല CPM അധ്യാപക സംഘടനാ നേതാവും സിൻഡിക്കേറ്റ് അംഗവുമായ എസ് നസീബിന് കരാർ നിയമന കാലാവധി കൂടി കണക്കിലെടുത്ത് അസോസിയേറ്റ് പ്രൊഫസറായി നിയമനം നൽകിയ സിൻഡിക്കേറ്റ് തീരുമാനമാണ് ഗവർണർ റദ്ദാക്കിയത്. നല്ല ഒന്നാന്തരം പണിയാണ് പിണറായി വിജയന് ഗവർണർ വഴി കിട്ടിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ തീരുമാനം അംഗീകരിക്കാൻ സർക്കാർ ഗവർണറിൽ ഏറെ സമ്മർദ്ദം നടത്തിക്കൊണ്ടിരുന്നു എന്നാണ് വിവരം. അതിന് വഴങ്ങാതെയാണ് ഗവർണറുടെ നീക്കം. നേരത്തെ വൈസ് ചാൻസലറും സിൻഡിക്കേറ്റ് തീരുമാനം അംഗീകരിച്ചിരുന്നില്ല. സിൻഡിക്കേറ്റ് തീരുമാനം പുനഃപരിശോധിക്കാൻ നേരത്തെ ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനായി ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസും നൽകി. ഗവർണറുടെ കാരണം കാണിക്കൽ നോട്ടീസ് തള്ളി CPM അധ്യാപക സംഘടനാ നേതാവിന് അസോസിയേറ്റ് പ്രൊഫസറായി സ്ഥാനക്കയറ്റം നൽകിയത് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് ശരിവച്ചിരുന്നു. നിയമനം നൽകിയത് സംബന്ധിച്ച് ഗവർണർ യൂണിവേഴ്സിറ്റിക്ക് നൽകിയ കാരണം വിശദീകരിക്കൽ നോട്ടീസ് ചർച്ച ചെയ്യാൻ മെയ് 5 കൂടിയ കേരള സിൻഡിക്കേറ്റിന്റെ പ്രത്യേക യോഗം സിൻഡിക്കേറ്റ് അംഗത്തിന് പ്രമോഷനം നൽകാനുള്ള തീരുമാനം പുനഃപരിശോധിക്കേണ്ടതില്ല എന്നും ഗവർണറുടെ കാരണം കാണിക്കൽ നോട്ടീസ് തള്ളിക്കളയുവാനും തീരുമാനിച്ചിരുന്നു. VC-യുടെയും പ്രതിപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും എതിർപ്പ് അവഗണിച്ചാണ് ഗവർണറുടെ വിശദീകരണ നോട്ടീസ് തള്ളിയത്. UGC വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി കരാർ നിയമന കാലയളവ് പ്രമോഷനുള്ള അധ്യാപന പരിചയത്തിന് അംഗീകരിച്ചാൽ നിലവിലെ നിരവധി അധ്യാപകരുടെ പ്രമോഷനുകൾ മുൻകാല പ്രാബല്യത്തോടെ പുനഃപരിശോധിക്കേണ്ടി വരുമെന്ന് VC ഡോക്ടർ മോഹനൻ കുന്നുമ്മേൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് സമാനമായ ശമ്പളത്തോടു കൂടിയ മുൻകാല അധ്യാപന പരിചയം മാത്രമേ പ്രമോഷന് കണക്കാക്കാൻ പാടുള്ളൂ എന്നാണ് വ്യവസ്ഥ. അസിസ്റ്റന്റ് പ്രൊഫസറുടെ ശമ്പളത്തേക്കാൾ കുറഞ്ഞ വേതനത്തിലാണ് സംസ്കൃത സർവകലാശാലയിൽ നസീബിന് താൽക്കാലിക നിയമനം നൽകിയിരുന്നത്. അതിനിടെ സിൻഡിക്കേറ്റ് തീരുമാനം നടപ്പാക്കാത്ത VC-യുടെ നിലപാട് ചോദ്യം ചെയ്ത് ഡോക്ടർ നസീബ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അതായത് ഗവർണർക്ക് തീരുമാനമെടുക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. അക്കാര്യത്തിൽ നിയമസഭയുടെ അവസാന സമ്മേളനം പാസാക്കിയ സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ PVC-യുടെ യോഗ്യത പ്രൊഫസർ പദവിയിൽ നിന്ന് അസോസിയേറ്റ് പ്രൊഫസറുടേതായി താഴ്ത്താൻ തീരുമാനിച്ചത് ഈ സംഘടനാ നേതാവിന് PVC-യുമായി നിയമനം നൽകുന്നതിന് വേണ്ടിയാണെന്ന്, അതുകൊണ്ടാണ് UGC വ്യവസ്ഥ മറികടന്ന് പ്രമോഷൻ നൽകാൻ സിൻഡിക്കേറ്റിലെ CPM അംഗങ്ങൾ നിലപാടെടുത്തതെന്നും ആരോപണമുണ്ട്. നസീബ് മുൻപ് സംസ്കൃത സർവകലാശാലയിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കുന്നത് UGC ചട്ടങ്ങൾക്കെതിരാണെന്നും മുൻകാല പ്രാബല്യത്തോടെ നിരവധി സ്ഥാനക്കയറ്റങ്ങൾ പുനഃപരിശോധിക്കേണ്ടി വരുമെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. 1997 സംസ്കൃത സർവകലാശാലയിൽ 1.5 വർഷക്കാലത്തെ കരാർ അധ്യാപന പരിചയം കൂടി കണക്കിലെടുത്ത് അസോസിയേറ്റ് പ്രൊഫസറായി പ്രമോഷൻ നൽകണമെന്നാണ് സമ്മർദ്ദം. മുഖ്യമന്ത്രിയുടെയും പ്രൈവറ്റ് സെക്രട്ടറിയുടെയും ഭാര്യയ്ക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിന് ഉപയോഗിച്ചത് ഇതേ തന്ത്രമായിരുന്നു. ലെക്ചറിന്റെ ശമ്പളത്തിന്റെ പകുതി, അതായത് 40,000 രൂപയാണ് നസീബ് പ്രതിമാസ ശമ്പളമായി 97-98 കൈപ്പറ്റിയിരുന്നത്. UGC ചട്ടപ്രകാരം അസോസിയേറ്റ് പ്രൊഫസർ നിയമന അപേക്ഷ VC പരിഗണിക്കുന്നതിന് മുൻപ് യൂണിവേഴ്സിറ്റിയുടെ ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെൽ ഡയറക്ടർ അംഗീകരിക്കണം. ഡയറക്ടർ നസീബിന്റെ അപേക്ഷയിൽ ഒപ്പുവയ്ക്കാൻ വിസമ്മതിച്ചു. പിന്നീട് അദ്ദേഹം വിരമിച്ച ശേഷം ഡയറക്ടറുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന പ്രൊഫസർ ശുപാർശ ചെയ്തു. അധ്യാപക നേതാവിനോടൊപ്പം സർവീസിൽ പ്രവേശിച്ചവർ പ്രമോഷന് പരിഗണിക്കാനുള്ള അർഹത നേടാതിരിക്കുമ്പോഴാണ് നസീബ് കുറുക്ക് വഴിയിലൂടെ അസോസിയേറ്റ് പ്രൊഫസറാകാൻ ശ്രമിച്ചത്. അസിസ്റ്റന്റ് പ്രൊഫസറായി 12 വർഷത്തെ സർവീസ് ഉണ്ടെങ്കിലേ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയ്ക്ക് അർഹനാകൂ. 97-98 വർഷം സംസ്കൃത സർവകലാശാലയിൽ താൽക്കാലിക അധ്യാപക നിയമനത്തിന് തയ്യാറാക്കിയ 45 പേരുടെ പട്ടികയിൽ 38ാമത് റാങ്കിൽ നിയമിതനായതിൻ്റെ 1.5 വർഷ കാലയളവ് 26 വർഷം കഴിഞ്ഞ അസോസിയേറ്റ് പ്രൊഫസർ പ്രൊമോഷന് ഇപ്പോൾ പരിഗണിക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് ഹയർ ഗ്രേഡ് അനുവദിച്ചപ്പോൾ ഇത് പരിഗണിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് പിണറായിക്ക് വേണ്ടപ്പെട്ടവർ വന്നാൽ
ഏത് കുതന്ത്രം വഴിയും അകത്ത് കയറ്റും. അവർക്ക് പ്രമോഷൻ കൊടുക്കും, വലിയ ശമ്പളം കൊടുക്കും, ആനുകൂല്യങ്ങൾ കൊടുക്കും. ആശാവർക്കർമാർ മഴയത്തും വെയിലത്തും നട റോഡിൽ വേതനം കൂട്ടിത്തരാനായി വലിയ രീതിയിലുള്ള സമരം നടത്തിയിട്ടും കണ്ണി കാണാത്ത, അതുവഴി പോയിട്ട് പോലും ഒന്ന് കണ്ണ് തുറക്കാത്ത പിണറായി വിജയന് ഈ കാര്യത്തിലൊക്കെ, അതായത് ഇവരുടെ പാർട്ടിയിലുള്ള ആർക്കെങ്കിലുമൊക്കെ പ്രമോഷൻ കൊടുക്കാനും കൃത്യമായി അംഗീകാരം ഇല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ അവർക്ക് യോഗ്യത ഇല്ലെങ്കിൽ പോലും അവരെ പിടിച്ച് പ്രമോഷനോട് കൂടി ഉയർന്ന സ്ഥാനങ്ങളിലൊക്കെ ഇരുത്താൻ വലിയ ധൃതിയും തത്രപ്പാടുമാണ്. നാണമില്ലേന്ന് ചോദിക്കാൻ കഴിയുന്നില്ല. കാരണം ഇല്ലാത്തവരോട് നമ്മളത് ചോദിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. എന്തായാലും ഗവർണറും പിണറായിയും തമ്മിൽ ഉരസൽ തുടങ്ങി. ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ഇത്തരം നടപടികൾക്ക് ശബ്ദമുയർത്തിയപ്പോഴാണ് ആരിഫ് മുഹമ്മദ് ഖാനെതിരെ HFI രംഗത്തെത്തിയത്. അതായത് ബാനർ ഒട്ടിക്കുകയും ആരിഫ് മുഹമ്മദ് ഖാൻ സെമിനാറിൽ പങ്കെടുക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങുകയും ചെയ്തത്. ആരിഫ് മുഹമ്മദ് ഖാൻ കൃത്യമായി നിലപാട് സ്വീകരിച്ചു. ഞാൻ വരികയും ചെയ്യും, സംസാരിക്കുകയും ചെയ്യും. SFI വഴിയിൽ തടഞ്ഞു നിർത്തിയപ്പോൾ അദ്ദേഹം കാറ് നിർത്തി. ചരിത്രത്തിൽ ആദ്യമായ ഒരു ഗവർണർ കസേരയിട്ട് വഴിയിലിരുന്നു. ഇവന്മാരെയൊക്കെ പിടിച്ചകത്താക്കാതെ ഇവന്മാരുടെ ഈ നാറിയ കളിക്കൊന്നും ഞാൻ കൂട്ടു നിൽക്കില്ല. ഇത് കാണാതെ പോകാനും എന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് എല്ലാത്തിനെയും പിടിച്ചകത്തിടുന്നത് വരെ ഞാൻ ഇവിടെ നനങ്ങില്ല എന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. അവസാനം പോലീസുകാർക്ക് HFIയെ പിടിച്ചകത്തിടേണ്ട അവസ്ഥ, ഗതികേട് വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ആരിഫ് മുഹമ്മദ് ഖാൻ പോകുന്നിടത്തെല്ലാം കറുത്ത ബാനറുകൾ. ഇവരുടെ മുഖ്യമന്ത്രിക്ക് കറുപ്പ് കണ്ടാൽ വലിയ പ്രശ്നമാണ്. പക്ഷേ മറ്റുള്ളവരെ കരിങ്കൊടി കാണിക്കാനൊക്കെ SFIക്ക് വലിയ എന്താ പറയുക, ധൃതിയും വലിയ സന്തോഷവും ഒക്കെയാണ്. ആരിഫ് മുഹമ്മദ് ഖാനിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, പ്രശ്നങ്ങൾ, ആരോപണങ്ങൾ ഒക്കെ സർക്കാർ ഗവർണറും തമ്മിൽ നിരന്തരം പോര് മുറുകിയിരുന്ന ഒരു സമയം കൂടിയായിരുന്നു. പിന്നീട് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വന്നു. തുടക്കത്തിൽ സർക്കാരും ഗവർണറുമായി വലിയ രീതിയിലുള്ള സ്നേഹ മധുവിധു കാലമൊക്കെ ആയിരുന്നു. പിണറായിയും ഭാര്യയുമൊക്കെ രാജ്ഭവനിൽ ചെന്ന് ആർലേക്കറെ കാണുന്നു, സംസാരിക്കുന്നു. രണ്ടുപേരും കൂടി നിർമ്മലാ സീതാരാമനെ കാണാൻ കേരള ഹൗസിലേക്ക് ഒത്തുപോകുന്നു, ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു. അങ്ങനെ ഈ സർക്കാരും ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു കറകളഞ്ഞ RSSകാരനല്ല. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വന്ന ആളാണ്. പക്ഷേ ആർലേക്കർ ഒരു തികഞ്ഞ കറകളഞ്ഞ RSSകാരനാണ് എന്നുള്ളത് എവിടെയോ പിണറായി വിജയൻ മറന്നു എന്നുള്ളതാണ്. തെറ്റ് കണ്ടാൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കും, അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും. അവിടെ സ്നേഹബന്ധങ്ങൾക്ക് സ്ഥാനമില്ല എന്നുള്ളത് പിണറായി എവിടെയോ മറന്നുപോയി. അങ്ങനെ ഇനി നസീബിൻ്റെ കാര്യത്തിൽ എന്താകും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. നസീബ് ഗോവിന്ദ അടിച്ച് പുറത്തു പോകേണ്ടി വരുമോ? പഴയതുപോലെ ആർലേക്കർ കട്ട നിലപാടുമായി മുന്നോട്ട് പോയാൽ നസീബും പോയി, പിണറായിയും പോയി, സ്നേഹവും പോയി, മധുവിധും പോയി, എല്ലാം പോയ ഒരവസ്ഥയിലേക്ക് വീണ്ടും സർക്കാരും ഗവർണറും തമ്മിലുള്ള രീതി പോകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം.